സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടില്ല. എന്തായാലും ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. മാത്രവുമല്ല, ഞങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഒരു ഫോർമലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം UDF സർക്കാർ ചെയ്യുമെന്ന് UDFൻ്റെ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വരും, തീർച്ചയായിട്ടും അത് വരും. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു സർവകലാശാലയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലുമൊക്കെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനോടൊന്നും നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയം തീർച്ചയായിട്ടും നമുക്ക് അത് ക്യാമ്പസുകളിൽ വലിയൊരു ചരിത്രവും പാരമ്പര്യവും ഉള്ളതാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഇന്ന് കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന നിരവധിയായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വന്നിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ കൂടി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ക്യാമ്പസുകളിൽ അത് സുഗമമായി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, സർക്കാർ അതിനെക്കുറിച്ച് കൃത്യമായി ആലോചിച്ച് അതിനുള്ള ഒരു ഫോർമൽ സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ അത് പരിഗണനയിലാണ്, അതുണ്ടാവും. ഇപ്പോൾ ഓരോ സർവകലാശാലകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. അപ്പോൾ ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ അങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് അങ്ങനെയൊരു നിർദ്ദേശം പോയിട്ടില്ല. മാത്രവുമല്ല, ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളായതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അത് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനം ക്യാമ്പസുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അല്ല, അത് ഇപ്പോൾ അത് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ്. നേരത്തെ തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. അത് അറിഞ്ഞതിന് ശേഷം പിന്നീട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കോടതി സമയം കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കോടതി പറയുന്നുണ്ട് വിധി നടപ്പാക്കാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, ഞങ്ങൾ നേരത്തെ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടൊപ്പമാണ് സർക്കാർ. അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് മുൻപെങ്ങും ഉണ്ടാവാത്ത വിധം സർക്കാർ തന്നെ ഈ വിഷയത്തിൽ കോടതിയിൽ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് അല്ലെങ്കിൽ കോടതിയിൽ അങ്ങനെ ഒരു മൂവായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ നമുക്ക് ഇപ്പോൾ സാവകാശം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. കാരണം കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. കാരണം അതൊരു സെറ്റിൽഡ് മാറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ 2 ആഴ്ചത്തെ സമയം കോടതി തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബന്ധപ്പെട്ട കക്ഷികളുമായി സംസാരിച്ച് അമിക്കബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും ചർച്ച നടക്കും.